അമ്മയും കൊണ്ട് ഞാൻ തോറ്റ്. പുറത്തിടുന്ന ചെരുപ്പ് അകത്തിടല്ലെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ എൻ്റെ ദൈവമേ. തൂത്തെൻ്റെ നടു ഒടിഞ്ഞ്. എനിക്ക് വയ്യ എൻ്റെ അമ്മോ. ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് രണ്ട് പറയുന്നുണ്ട്. പോട്ടെന്ന് കാണും തോറും സമ്മതിക്കത്തില്ല. അയ്യോ, വല്ലതും പറ്റിയോ അമ്മേ? ഇല്ല മോളെ, എനിക്കൊന്നും പറ്റിയില്ല. അയ്യോ, ഇതും പൊട്ടിച്ചോ? എന്താ അമ്മ ഇത്? മക്കളെ, ഒട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ അമ്മച്ചി ഒട്ടിച്ചു തരാം. പിന്നെ ഇനിയിപ്പോ ഒട്ടിക്കാൻ പോവാ. മോളെ, അത് കാല് തന്നെ വീണതുകൊണ്ടാ പൊട്ടിയത്. എൻ്റെ അമ്മേ, ഈ വയ്യാത്ത കാലം വെച്ച് അവിടെ കാണാൻ പോയിരിക്കരുതോ? ഓ, എന്നാ ചെയ്യാനാ? അമ്മയ്ക്ക് എന്തെങ്കിലും വേണേ എന്നെ ഒന്ന് വിളിച്ചാ പോരെ? ഞാൻ ചെയ്തു തരത്തില്ലയോ? മക്കളെ, അമ്മച്ചി ഒത്തിരി വിളിച്ചായിരുന്നു. ദേ അമ്മേ, കള്ളം പറയല്ല കേട്ടോ. എപ്പോഴാ എന്നെ വിളിച്ചത്? അയ്യോ, ഞാൻ കുറേ തവണ വിളിച്ചു മോളെ. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അത് മോള് കേക്കാഞ്ഞിട്ടാ. മോള് വലിയ ജോലി തിരക്കിലല്ലേ, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ വെള്ളം എടുക്കാൻ പോയത്. പിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയെന്ന്. എന്നിട്ടിപ്പോ എന്തായി? എനിക്ക് ഇരട്ടി ജോലിയായില്ലേ? എന്റെ ദൈവമേ, എന്തൊരു ശല്യമായത്. മര്യാദക്ക് ഇവിടെ കാണും ഇരുന്നോണം, അല്ലേ തനി കോണം കാണും. മക്കൾ അവിടെ ഇട്, അമ്മച്ചി പെറുക്കി തരാം. അയ്യോ വേണ്ടേ, എനിക്ക് പണി തരാതെ അകത്തെങ്ങാണം പോയി ഇരുന്നോണം. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞ്. എന്ത് പറ്റി അമ്മച്ചി? ഓ, ഒന്നുമില്ല മക്കളെ. ഒന്നുമില്ലെന്ന് പറയണ്ട. പിന്നെ എന്തിനാ അമ്മച്ചി കരയുന്നത്? അമ്മച്ചിയുടെ കണ്ണിലൊരു കരട് വീണതാ. മക്കള് പോയി കളിച്ചു. മമ്മി വഴക്ക് പറഞ്ഞല്ലേ? ഞാൻ കേട്ടായിരുന്നു. അയ്യോ, മോള് കേട്ടായിരുന്നു. മമ്മി ഇങ്ങനെ അമ്മച്ചി എന്നെ എപ്പോഴും വഴക്ക് പറയും. കുരുത്തക്കേട് കാണിക്കുന്നോണ്ടല്ലേടി മമ്മി നിന്നെ വഴക്ക് പറഞ്ഞത്. ആ, അത് ശരിയാ. പക്ഷെ അമ്മച്ചി കുരുത്തക്കേടൊന്നും കാണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ മമ്മി അമ്മച്ചിയെ എപ്പോഴും വഴക്ക് പറയുന്നത്? മോളെ, എടി കൊച്ചേ, എടി നീ ഇതെവിടാ? എടി വിളിച്ചിട്ട് കേൾക്കുന്നില്ലയോ? ആഹാ, ഇവിടെ ആയിരുന്നോ? എത്ര നേരമായിട്ട് കിടന്ന് വിളിക്കുവാ നിന്നെ. കളിയൊക്കെ നിർത്തി ഹോംവർക്ക് ചെയ്ത്. എടി, കളി നിർത്തി ഹോംവർക്ക് ചെയ്യാൻ. എടി, നിന്നോടാ പറയുന്നത്, മര്യാദക്ക് കേട്ടോണം. മമ്മി വേറെ എന്തെങ്കിലും പണി നോക്ക്. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? മമ്മി കൂടുതൽ ദേഷ്യപ്പെടാനൊന്നും വേണ്ട. എന്നെ ശല്യപ്പെടുത്താതൊന്ന് പോകുന്നുണ്ടോ? നിന്നെ ഇന്ന് ഞാൻ. ദേ മോളെ, നീ ഇന്നൊരു റെസ്പെക്റ്റും ഇല്ലാതെ എന്നോട് സംസാരിച്ചത്. സേ സോറി. ഇല്ല, ഞാൻ സോറി പറയത്തില്ല. എടി, നിന്നോടാ സോറി പറയാൻ പറഞ്ഞത്. സോറി പറയത്തില്ലെന്നല്ലേ പറഞ്ഞേ? എടി, അമ്മ കിടന്ന് അലറണ്ട. എടി, നിനക്ക് മൂത്തവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയത്തില്ലേ? എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. നീ എന്തോ എന്നെ കളിയാക്കുവാ? ശരിക്കും ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറ മമ്മി. എടി, മൂത്തവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണമെന്ന്. അപ്പൊ മമ്മിക്ക് അറിയാം. എന്നിട്ടാ അമ്മച്ചിയോട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത്. മമ്മി എത്രമാത്രം അമ്മച്ചിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഇന്ന് വരെ എന്നെങ്കിലും മമ്മി അമ്മച്ചിയോട് സോറി പറഞ്ഞിട്ടുണ്ടോ? വാ തുറന്ന് പറ മമ്മി, സോറി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മമ്മിയേക്കാൾ എത്ര വയസ്സിൽ മൂത്തതാ അമ്മച്ചി. അമ്മച്ചിയെ റെസ്പെക്ട് ചെയ്യാറുണ്ടോ? അമ്മയെ കണ്ടില്ലേ ഞാൻ പഠിക്കണ്ടേ? ഇപ്പൊ മമ്മി അമ്മച്ചിയെ റെസ്പെക്ട് ചെയ്യാതെ എന്നോട് റെസ്പെക്ട് ചെയ്യാൻ പറയും. അതിന് മമ്മിക്ക് എന്തവകാശമാണെന്ന്? ഐ ആം സോറി മോളെ. അമ്മയോട് അങ്ങനെ സംസാരിച്ചതേ സ്നേഹമില്ലാത്തോണ്ടല്ല. പക്ഷെ നീ പറഞ്ഞത് ശരിയാ. ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു. എന്നോട് ക്ഷമിക്കും മോളെ. സോറി എന്നോടല്ല മമ്മി പറയേണ്ടത്, അമ്മച്ചിയോടാ. അയ്യോ അമ്മേ, വല്ലതും പറ്റിയോ? ഇതെന്താ, മുട്ടായിയോ? ഓ, ഇത് ഇച്ചിരി മുട്ടായിയാ. അയ്യോ അമ്മേ,
അമ്മയ്ക്ക് ഷുഗർ കൂടുമെന്ന് കരുതിയല്ലേ മധുരം ഒന്നും തരാത്തത്. ശരിയാ മക്കളെ, ഷുഗർ ഇത്തിരി കൂടുതലാ. എന്നാലും ചിലപ്പോഴൊക്കെ ഒരു കൊതി വരും, അതുകൊണ്ട് പറ്റുന്നതാ. സാരമില്ല മക്കളെ, ഞാൻ നിയന്ത്രിച്ചോളാം. അമ്മേ, എനിക്കാണോ? ഇത് ലാസ്റ്റാ കേട്ടോ അമ്മേ. ഇനി ഞാൻ കാണാതെ ഇതൊന്നും എടുത്ത് കഴിക്കില്ല കേട്ടോ. ഇല്ല മക്കളെ, ഇനി ഞാനിതൊന്നും കഴിക്കത്തില്ല. ഇന്നാ ഇതിവിടെങ്ങാനും പാത്തു വെച്ചോ. അമ്മേ, എന്താ മക്കളെ? ഇന്ന് ഞാൻ അമ്മയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. സോറി അമ്മേ. ആ, എന്റെ മോള് സോറി ഒന്നും പറയണ്ട. സോറി ഒന്നും പറയണ്ടെന്നേ. മോള് ഇന്ന് അമ്മച്ചിയോട് സ്നേഹത്തിലൊന്ന് സംസാരിച്ചല്ലോ, അമ്മച്ചിക്ക് സന്തോഷമായി. അമ്മച്ചിയോട് സ്നേഹത്തിൽ സംസാരിച്ചപ്പോ അമ്മച്ചിയുടെ സന്തോഷം നോക്കിക്കേ. ഈ അമ്മച്ചി സന്തോഷം വന്നാലും കരയും, സങ്കടം വന്നാലും കരയും. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. അയ്യോ, ഈ മമ്മിയും കരയാണോ? എന്തിനാ മമ്മി കരയുന്നേ? ഒന്നുമില്ല മോളെ. എന്താ മമ്മി? ഒന്നുമില്ല മോളെ. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. സ്നേഹമുള്ളിടത്തെ ബഹുമാനമുള്ളൂ. സ്നേഹം അങ്ങനെയാണ് മോളെ. മനുഷ്യന് സ്നേഹം കിട്ടിയാലും കരയും, കിട്ടിയില്ലെങ്കിലും കരയും. സ്നേഹം ഒരു നോവുള്ള വികാരമാണ്. അത് മനസ്സിലാക്കി തന്നത് നീയാ മോളെ. താങ്ക് യു സോ മച്ച്. കല്ലിലും മണ്ണിലും കെട്ടിയുണ്ടാക്കിയ നമ്മുടെ വീടുകൾ, അവിടെ പരസ്പര സ്നേഹവും ബഹുമാനവും നിറയുമ്പോഴാണ് അവ യഥാർത്ഥ കുടുംബങ്ങളായി മാറുക. സന്തോഷവും സമാധാനവും നിറഞ്ഞ സ്നേഹ വീടുകളാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങൾ.